കീഴടങ്ങാൻ കൂട്ടാക്കാത്ത പോരാട്ട വീര്യത്തിന് ചരിത്രം ചുരുക്കപ്പേരിട്ടു VS. പതിനായിരങ്ങൾ പ്രാണൻ ചോരയിൽ മുക്കി വീരഗാഥ എഴുതിയ പുന്നപ്രയിൽ നിന്നുയർന്ന പോരാളി. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടമായി. ആ തീക്ഷ്ണ ബാല്യത്തിന്റെ ആലയിൽ VS വളർന്നു. ആസ്പിൻവാൾ കമ്പനിയിലെ തൊഴിലാളിയിൽ സഖാവ് കൃഷ്ണപിള്ള തിരിച്ചറിഞ്ഞു വിപ്ലവകാരിയുടെ പുലിംഗം. പിന്നാലെ ചെറുകാലി കായൽ വരമ്പത്ത് തിരുവിതാംകൂറിലെ ആദ്യ കർഷക തൊഴിലാളി സംഘടന കൊടിയേന്തി. സർസിപിയുടെ കിരാതകാലം. തൊഴിലാളികൾ സായുധരായി. VS 2 ക്യാമ്പുകളുടെ ചുമതലക്കാരൻ. പക്ഷേ പുന്നപ്ര സമരകാലത്ത് പാർട്ടി VSനെ പൂഞ്ഞാറിലേക്ക് അയച്ചു. അവിടെ വെച്ച അറസ്റ്റ്, മർദ്ദനം, മൃതപ്രായൻ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പുലർന്ന ദിവസവും VS തടവറയിലെ ഇരുട്ടിലായിരുന്നു. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം രൂപീകരിച്ചപ്പോൾ തന്നെ VS സെക്രട്ടേറിയറ്റ് അംഗം. 1964 ഡാങ്കെ പേപ്പേഴ്സിൽ റിവിഷനിസം ആരോപിച്ച് CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. CPM രൂപീകരിച്ച 32 പേരിൽ പ്രധാനി. 1980 മുതൽ 3 തവണ പാർട്ടി സെക്രട്ടറി, 7 തവണ നിയമസഭാംഗം, 3 തവണ പ്രതിപക്ഷ നേതാവ്, 2006 മുഖ്യമന്ത്രി. സംഘടനയിൽ പലവട്ടം അടിതെറ്റി വീണിട്ടും ജനകീയതയുടെ കരുത്തിലാണ് VS അധികാരം പിടിച്ചത്. പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്ന് അറിഞ്ഞു അതിന്റെ എതിരറ്റത്ത് നിന്നു. VS പാർട്ടിയിൽ പ്രത്യയശാസ്ത്ര ശാഠ്യത്തിന്റെ ആൾരൂപമായി. പലപ്പോഴും വിമതൻ, ചിലപ്പോൾ രക്തസാക്ഷി. 1985 കൊൽക്കത്ത പാർട്ടി കോൺഗ്രസിൽ തന്നെ PB അംഗമായ VS പിണറായിയുമായുള്ള ഉൾപാർട്ടി പോരിൽ പരിക്കേറ്റ് നടപടി നേരിട്ടു. എങ്കിലും കിളിരൂർ, കവിയൂർ, കൊട്ടിയം പീഡനക്കേസുകളിലും പച്ചപ്പിനുമേൽ അറക്കവാൾ വീണ മതികെട്ടാൻ ജീരകപ്പാറ, മറയൂർ കൊള്ളകളിലും ഇടമലയാർ പാമോയിൽ അഴിമതി കേസുകളിലും തീപ്പന്തമായി. ആഗോളവൽക്കരണ കാലത്തിന് ശേഷമുള്ള സൂക്ഷ്മമായ രാഷ്ട്രീയത്തിന്റെ കാലത്ത് VS പറഞ്ഞു, ഇതാ എന്റെ ജീവിതം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മാനിഫെസ്റ്റോ. കൃഷ്ണപിള്ള കണ്ടെത്തിയ തുന്നൽക്കാരൻ മലയാളികളുടെ മനസാക്ഷിയിൽ തുന്നിച്ചേർത്തത് സമരവീര്യത്തിന്റെ ജനിതകമാണ്. ആ രണവീര്യം മലയാളിയെ പഠിപ്പിച്ചു, മനസ്സിൽ കാടുള്ള മൃഗത്തെ മെരുക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.